ജാസ്മിൻ കളം മാറ്റി ചവിട്ടിയോ? ഇന്നത്തെ വോട്ടിങ്ങിൽ ജാസ്മിൻ വോട്ട് ചെയ്തത് ആർക്ക് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചോദ്യം. ജാസ്മിൻ വോട്ട് ചെയ്തത് എഴുതി കാണിച്ച ആ സമയത്ത് ക്യാമറ അത്ര ഫോക്കസിങ് അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പലർക്കും കൺഫ്യൂഷൻ ആയിട്ടുണ്ട് ജാസ്മിൻ ആർക്കാണ് വോട്ട് ചെയ്തത് എന്നുള്ള കാര്യത്തിൽ. 11 വോട്ടുകളാണ് ജിൻഡോയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. പക്ഷേ ഗബ്രിക്ക് ലഭിച്ചത് വെറും 4 വോട്ടുകളാണെന്നാണ് പറയുന്നത്. അവിടെ ജാസ്മിൻ മറുകണ്ഠം ചാടിക്കൊണ്ട് അവിടെ അഭിഷേകിന് ജാസ്മിൻ വോട്ട് ചെയ്തു എന്നാണ് കാണുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് എന്തുകൊണ്ട് ജാസ്മിൻ ഗബ്രിക്ക് വോട്ട് ചെയ്തില്ല എന്നുള്ളൊരു ചോദ്യം അവിടെ വരുന്നുണ്ട്. ഗബ്രി ക്യാപ്റ്റൻ ആവുന്നത് ജാസ്മിന് ഇഷ്ടമല്ലേ? അവിടെ അതാണ് ആ ചോദ്യം എന്ന് പറയുന്നത്. ഗബ്രി എന്തായാലും ജാസ്മിൻ ചെയ്തില്ല എന്നറിയുന്ന സമയത്ത് അതൊരു ഷോക്കിംഗ് ആയിരിക്കില്ലേ ഗബ്രിക്ക്? ഒരു 4 വോട്ടുകൾ മാത്രമേ ഗബ്രിക്ക് കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ ടീമിലെ 4 വോട്ടുകൾ മാത്രമേ ഗബ്രിക്ക് കിട്ടിയിട്ടുള്ളൂ. 5ാമത് ജാസ്മിൻ്റെ വോട്ട് കിട്ടേണ്ടതാണ്. ജാസ്മിൻ്റെ വോട്ട് ഗബ്രിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗബ്രി അവിടെ ക്യാപ്റ്റൻ ആവരുത് എന്ന് ജാസ്മിൻ ആഗ്രഹിച്ചിരുന്നോ? അതോ ജാസ്മിൻ ഗബ്രി വോട്ട് ചെയ്താലും ഗബ്രി വിജയിക്കില്ല എന്നറിഞ്ഞുകൊണ്ട് ഗബ്രിക്ക് വോട്ട് ചെയ്യാതിരുന്നതോ? പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും കാര്യങ്ങളൊന്നും അങ്ങോട്ട് കൂട്ടിയും കഴിച്ച് നോക്കുമ്പോൾ ശരിയാവുന്നില്ലല്ലോ. എന്തുകൊണ്ട് ജാസ്മിൻ ഗബ്രിക്ക് വോട്ട് ചെയ്തില്ല എന്നുള്ളതൊരു ചോദ്യം തന്നെയാണ്. അത്രയും ഫ്രണ്ട്സും അത്രയും സ്നേഹവും ഐ ലവ് യു 2 ഒക്കെ പറഞ്ഞ് നടക്കുന്ന ഈ ജാസ്മിൻ എന്തുകൊണ്ട് അവിടെ ഗബ്രി ജയിക്കുന്നതോ തോൽക്കുന്നതോ പോട്ടെ എന്ന് വിചാരിക്കാം. ജാസ്മിൻ്റെ വോട്ട് അത് ഗബ്രിക്ക് പോകണം എന്നുള്ളതാണല്ലോ അവിടുത്തെ ഒരു ഇത്. അവർ തമ്മിലുള്ള ആ ഒരു കൂട്ടുകെട്ട് വെച്ചിട്ട് പിന്നെ എന്തുകൊണ്ട് ജാസ്മിൻ മാറ്റി കുത്തി അത് അഭിഷേകിനെ കുത്തി എന്നുള്ളതൊരു ചോദ്യമാണ്. അഭിഷേകിന് 2 വോട്ടുകളാണ് വരുന്നതെങ്കിൽ അഭിഷേകിന് തന്നെയാണ് ജാസ്മിൻ അവിടെ കുത്തിയിട്ടുള്ളത്. അഭിഷേക് സ്വന്തമായി വോട്ട് ചെയ്തിട്ടുണ്ട് 1 വോട്ട്. പിന്നെ ശ്രീധുവിന് 2 വോട്ടുകളാണ് വന്നിട്ടുള്ളത്. അങ്ങനെ വരുന്ന സമയത്ത് അഭിഷേകിനെ എന്തുകൊണ്ട് ജാസ്മിൻ കുത്തി എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയായിരിക്കും. ഇനി കളം മാറ്റി ചവിട്ടാനായിട്ട് ജാസ്മിൻ തീരുമാനിച്ചോ? അവിടെ ഗബ്രിയുമായി നടക്കുന്നത് വെറും നാടകം മാത്രമെന്ന് ജാസ്മിൻ ഈ മാറ്റി കുത്തിയതിലൂടെ നമുക്ക് തീരുമാനിക്കാനായിട്ട് സാധിക്കുമോ? അവിടെ അങ്ങനെ മാറ്റി കുത്തിയിട്ടുണ്ടെങ്കിൽ ഗബ്രിയുമായിട്ടുള്ള ആ റിലേഷൻഷിപ്പ് ജാസ്മിൻ്റെ ഗെയിം മാത്രമാണ്. ഗെയിമിന് വേണ്ടിക്കൊണ്ട് ജാസ്മിൻ ഗബ്രിയെ മണ്ടനാക്കുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരില്ലേ? അപ്പോൾ അത് തന്നെയായിരുന്നില്ലേ ജാസ്മിൻ്റെ ഉദ്ദേശമെന്ന്? ഇങ്ങനെ അഭിഷേകിനെയാണ് ജാസ്മിൻ മാറ്റി കുത്തിയതെങ്കിൽ വോട്ട് മാറ്റി കൊടുത്തതെങ്കിൽ അത് നമുക്ക് ഏകദേശം ഉറപ്പിക്കാവുന്ന കാര്യം തന്നെയാണ്. എന്തായാലും അവിടെ ഓരോരുത്തർക്ക് കിട്ടിയ വോട്ടുകൾ ബിഗ് ബോസ് അവിടെ വിളിച്ചു പറയുന്ന സമയത്ത് എന്തായാലും എന്തുകൊണ്ട് ഗബ്രിക്ക് 4 വോട്ടുകൾ എന്നുള്ളതൊരു ചോദ്യമായി തീരും. അവിടെ ജാസ്മിൻ എന്തുകൊണ്ട് ഗബ്രിക്ക് വോട്ട് ചെയ്തില്ല എന്നുള്ളത് അവിടെ ചോദ്യചിഹ്നം തന്നെയായിരിക്കും. എന്താണ് ഇത് കഴിഞ്ഞിട്ട് ഉണ്ടാകാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. എന്തായാലും ജാസ്മിൻ മറുകണ്ഠം ചാടിക്കൊണ്ട് ഗബ്രിക്ക് വോട്ട് ചെയ്യാതെ അഭിഷേകിനെ വോട്ട് ചെയ്തു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്.